പ്രഭാഷണ കലയിൽ അഗ്രഗണ്യനും മലബാറിന്റെ സാംസ്കാരിക സദസ്സുകളിലെ നിറസാന്നിധ്യവും സുകുമാരൻ സാറിന്റെ ശിഷ്യനുമായ ശ്രീ VK സുരേഷ് ബാബുവിനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ബഹുമാന്യായ അധ്യക്ഷ, നിർമ്മലേരി കോളേജിൻ്റെ പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ സിലിൻ മാത്യു, ഇവിടെ അനുഗ്രഹ പ്രഭാഷണം നടത്തിയ ഡോക്ടർ തോമസ് കൊച്ചുകരോട്ട്, ഇവിടെ വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന യുവകലാ സാഹിതിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ OK മുരളീകൃഷ്ണൻ, ജില്ലാ സെക്രട്ടറി ജിതേഷ് കണ്ണപുരം, സ്വാഗത പ്രസംഗം നടത്തിയ ഈ പരിപാടിയുടെ സംഘാടകയും ഞങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തുമായി മാറിയ മലയാളം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡും സ്റ്റാഫ് അസോസിയേഷൻ്റെ പ്രസിഡന്റുമായ ഡോക്ടർ ദീപ മാത്യു, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഞാനന്ന് പഠിക്കുന്ന കാലത്ത് സുകുമാരൻ മാഷുടെ കൂടെ എന്നെ പഠിപ്പിച്ചിരുന്ന അധ്യാപകരുടെ കൂട്ടത്തിൽ കുറേ ആളുകൾ ഇവിടെയുണ്ട്. റോയ് മാഷ്, ബേബി മാഷ്, ജോർജ് മാഷ്, സിറിയക് മാഷ്, ഔസേപ്പച്ച മാഷ്, ഡോക്ടർ ടെസ്സി, ജോൺ സാറ്, അതുപോലെ എൻ്റെ പ്രിയ സുഹൃത്തായ ഫാദർ ജോബി സാർ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന സ്റ്റാഫ് അസോസിയേഷൻ്റെ അംഗങ്ങളെ, യുവകലാ സാഹിതിയുടെ പ്രവർത്തകരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, അധ്യാപകരെ, സഹോദരീ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം. 1984 അന്ന് +2 ഉണ്ടായിരുന്നില്ല. അന്ന് കോളേജിൻ്റെ ഭാഗമായി PDC ഉള്ള കാലത്ത് ഞാനിവിടെ PDCക്ക് ചേർന്നപ്പോഴാണ് ഈ കോളേജ് ആദ്യമായി കാണുന്നത്. അതിനുശേഷം അന്ന് അത്യാവശ്യം ചില വേദികളിലെല്ലാം പ്രസംഗിച്ചിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഒരുപാട് വർഷത്തിന് ശേഷം എൻ്റെ അനുജൻ്റെ മകൾ ഇവിടെ പഠിക്കുന്ന കാലത്ത്, അവളിവിടെ ഡിഗ്രിക്ക് ചേർന്ന ആ സമയത്താണ് വീണ്ടും ഒരു രക്ഷിതാവ് കൂടിയായ പൂർവ്വ വിദ്യാർത്ഥിയായ ഞാനിവിടെ ഒരു പ്രസംഗത്തിന് വരാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. അതും എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകനായ ഡോക്ടർ TP സുകുമാരൻ മാഷെ അനുസ്മരിക്കാൻ വേണ്ടി. TP സുകുമാരൻ മാഷ് ഒരുപാട് അധ്യാപകർ പിരിഞ്ഞു പോയിട്ടുണ്ട്, ഒരുപാട് അധ്യാപകർ മരിച്ചു പോയിട്ടുമുണ്ട്. എന്തുകൊണ്ടാണ് TP സുകുമാരൻ മാഷെ അനുസ്മരിക്കാൻ ഈ നിർമ്മലഗിരി കോളേജും യുവകലാ സാഹിതിയും മാത്രമല്ല, കണ്ണൂരിലുള്ള പല സാംസ്കാരിക സംഘടനകളും 1-2 മാസക്കാലം സുകുമാരൻ മാഷെ എപ്പോഴും അനുസ്മരിച്ചു കൊണ്ടിരിക്കും. 2 മാസക്കാലം ഈ കഴിഞ്ഞത് അദ്ദേഹത്തിൻ്റെ 29ാം ചരമദിനം മുതൽ ഒരു 2 മാസക്കാലം വ്യാപകമായ അനുസ്മരണങ്ങൾ നടക്കുന്നു. അതിൻ്റെ കാരണം ഇന്ന് കാണുന്ന സാഹിത്യരംഗത്തും കലാരംഗത്തുമുള്ള പല മാറ്റങ്ങളുടെയും പയനിയറായിട്ട്, മുൻപേ പറക്കുന്ന പക്ഷിയായിട്ട്, അതിനെ പ്രവചനാത്മകമായ ശേഷിയോടുകൂടി പല കാര്യങ്ങളെപ്പറ്റിയും അദ്ദേഹം നമ്മളോട്, ക്ലാസ്സിലെ കുട്ടികളോടും നാട്ടുകാരോടും പറഞ്ഞിരുന്നു. അദ്ദേഹം സാഹിത്യത്തെക്കുറിച്ചും കലയെക്കുറിച്ചും പാഠപുസ്തകത്തിനുപരിയായിട്ട് ഒരു പരിവേഷം നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചിരുന്നു. എനിക്കുള്ള ഭാഗ്യം, ഞാനിവിടെ ഇത് കഴിഞ്ഞിട്ട് തലശ്ശേരി ബ്രണ്ണൻ കോളേജിൽ മലയാളം ഡിപ്പാർട്ട്മെൻറ്റിൽ പഠിച്ചപ്പോൾ അവിടെ റിസർച്ച് സെൻറ്ററിൻ്റെ ഹെഡായിരുന്നു സുകുമാരൻ മാഷ്. അതുകൊണ്ട് മാഷ് എപ്പോഴും, ഞാൻ അവിടെ ചെല്ലുമ്പോൾ അവിടെ എപ്പോഴും ഉണ്ടാവും. നേരം കിട്ടുമ്പോഴൊക്കെ ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഇരിക്കും. അദ്ദേഹം വഴിയിൽ നിന്ന് അദ്ദേഹം പഠിപ്പിച്ച വിദ്യാർത്ഥികളെ കണ്ടാൽ, പഠിപ്പിക്കുന്നവരെ കണ്ടാൽ അവരെയും കൈയും പിടിച്ചു കൂട്ടിയിട്ട് നമുക്കൊരു ചായ കുടിക്കാം എന്ന് പറഞ്ഞിട്ട് ചായ വാങ്ങിത്തരുന്ന ഒരു ശീലമുള്ള ഒരാളായിരുന്നു. അത്തരത്തിൽ അകം കൊണ്ട് ഡാംബികനും, ഈ ഡാംബികം എന്ന പദം എനിക്ക് സുകുമാരൻ മാഷ വായിൽ നിന്നാണ് കിട്ടിയത്. ഡാംബികം എന്ന പദം എപ്പോഴും അദ്ദേഹം ഉപയോഗിക്കുന്നതാണ്, ഡാംബികം എന്ന പദം. ഞാൻ മറ്റൊരു എൻ്റെ ആന്തോളജി എന്ന പദം പഠിപ്പിച്ച ആൾ എൻ്റെ മുമ്പിൽ ഇരിക്കുന്നുണ്ട്. ആന്തോളജി എന്ന വാക്ക് എനിക്ക് ഏറ്റവും കൂടുതൽ ആ വാക്കാണ് എനിക്ക് ഓർമ്മ വരുന്നത് ക്ലാസ്സിൽ. അപ്പോൾ അകം കൊണ്ട് ഡാംബികനും എന്നാൽ പുറം കൊണ്ട് വളരെ ലളിതനുമായിരുന്നു സുകുമാരൻ മാഷ്. വളരെ സാധാരണനായ ഒരു പച്ച മനുഷ്യനായി, സാധാരണ നാട്ടുംപുറത്ത് വീടിതരപ്പും അതുപോലുള്ള പണികളെല്ലാം എടുത്ത് മെല്ലെ സ്കൂളിൽ കയറിയിട്ട്, സ്കൂളിൽ നിന്ന് പിന്നെ രാഷ്ട്രീയ പ്രവർത്തനമുണ്ടെന്ന് സംശയിച്ചിട്ട് പിരിച്ചുവിട്ടു അദ്ദേഹത്തെ അവിടുന്ന് മാനേജ്മെൻറ്റ്.
ഹെഡ്മാഷ് പിരിച്ചുവിടാൻ തയ്യാറാവാതിരുന്നപ്പോൾ ഹെഡ്മാഷയുടെ പണിയും പോകുമെന്ന് വന്നപ്പോൾ ഹെഡ്മാഷെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ജോലി രാജിവെച്ചിട്ട് പിന്നീട് പഠിച്ച് അധ്യാപകനായതിനു ശേഷമാണ് പഠിച്ചിട്ട് ഡോക്ടറേറ്റ് വരെ നേടിയ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ മേഖലയിലെത്തിയത്. അദ്ദേഹത്തിൻ്റെ പരന്നതും ആഴമുള്ളതുമായൊരു വായന, ആ വായന കൊണ്ടാണ് അദ്ദേഹം നാടകത്തെക്കുറിച്ച് പഠിച്ചു, ചിത്രകലയെപ്പറ്റി പഠിച്ചു, താളബോധത്തെപ്പറ്റി പഠിച്ചു, സംഗീതത്തെപ്പറ്റി പഠിച്ചു, സൗന്ദര്യശാസ്ത്രത്തെപ്പറ്റി പഠിച്ചു, പരിസ്ഥിതി സൗന്ദര്യശാസ്ത്രത്തെപ്പറ്റി പഠിച്ചു, ഫോക്ലോറിനെ പറ്റി പഠിച്ചു. ഈ പഠിച്ചതെല്ലാം കേട്ട് പഠിച്ച് പരീക്ഷ എഴുതാനല്ല, ആ പഠിച്ചതിനെല്ലാം തൻ്റെതായ സംഭാവനകൾ സമർപ്പിച്ചുകൊണ്ട് പുതിയ പുതിയ വ്യാഖ്യാനങ്ങൾ കൊടുത്തു. ഗ്രാമപ്രദേശങ്ങളിലെ തെരുവുകളിൽ പോയിരുന്നിട്ട് പരിസ്ഥിതി സൗന്ദര്യശാസ്ത്രത്തെ പറ്റിയിട്ടും ഫോക്ലോറിനെ കുറിച്ചും, അന്ന് ഫോക്ലോർ എന്ന പദം അക്കാദമിക ലോകത്ത് വേണ്ടത്ര പരിചിതമായിരുന്നില്ല, നാടോടി വിജ്ഞാനീയം, അതിനെക്കുറിച്ച് കേരളത്തിൽ ആദ്യം, പിന്നീട് വലിയ വലിയ വിഷ്ണു നമ്പൂതിരിയെ പോലുള്ള, രാഘവ പയ്യനാടിനെ പോലുള്ള പ്രഗത്ഭരായിരിക്കുന്ന ആളുകൾ ഫോക്ലോർ രംഗത്ത് അറിയപ്പെടുന്നവരായി മാറി. പക്ഷെ അവരറിയപ്പെടുന്നതിന് മുമ്പ് തന്നെ ഫോക്ലോറിനെ പറ്റി, നാടോടി വിജ്ഞാനീയത്തെ കുറിച്ച് അദ്ദേഹം നാട്ടിലെ ജനങ്ങളോട് മലബാറിലെ തെയ്യം കലയുടെ സൗന്ദര്യശാസ്ത്രത്തെ പറ്റിയിട്ട് പോലും ഞങ്ങളുടെ ക്ലാസ്സിലെടുത്തു. ഞങ്ങൾ ക്ലാസ്സിൽ, എനിക്ക് സങ്കടം എന്താന്ന് പറഞ്ഞാൽ, ഞങ്ങളുടെ മലയാളം ഡിപ്പാർട്ട്മെന്റ്, മലയാളം പഠിപ്പിച്ച മാഷന്മാർ ആരും ഇവിടെ പൂർവ്വ അധ്യാപകരെ കാണുന്നില്ല. ഇംഗ്ലീഷ് പഠിപ്പിച്ച രണ്ടാളുണ്ട്. അന്ന് അദ്ദേഹം മലയാളം ക്ലാസ്സിൽ, അന്ന് തോമസ് മാത്യു മാഷും ജോൺസൺ മാഷും ഒക്കെ വന്നിട്ട് പറഞ്ഞു, ഡിപ്പാർട്ട്മെന്റ് ഹെഡ് വന്നോ? ഇല്ല, ഇതുവരെ വന്നിട്ടില്ല. ഇല്ല, സുകുമാരൻ മാഷുണ്ട് കേട്ടോ. ഞങ്ങളിങ്ങനെ സുകുമാരൻ മാഷ് ഞങ്ങൾക്ക് ഇങ്ങനെ വലിയ ആളായിട്ട് ഞങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചു. അങ്ങനെ ഒരു ദിവസം സുകുമാരൻ മാഷ് വന്നു ക്ലാസ്സിൽ. സുകുമാരൻ മാഷ് വന്നിട്ട് അന്നൊരു മേശയുണ്ടായിരുന്നു, ഒരു സ്റ്റേജും ഒരു മേശയുണ്ടായിരുന്നു. ആ മേശയുടെ മേലെ ചമ്രം പടിഞ്ഞാടിയിരുന്നു. അപ്പം ഞങ്ങളെല്ലാം ഡിപ്പാർട്ട്മെന്റ് ഹെഡല്ലേ, മസിൽ പിടിച്ചിരിക്കുക. അപ്പോൾ ഒരു ടെസ്റ്റ് ഉണ്ടാന്ന് പറഞ്ഞു. മധ്യകാല കവിത അതായിരുന്നു അന്നത്തെ ഞങ്ങൾക്ക് പഠിക്കാനുള്ള പാഠം. അതിൽ ഗോവർദ്ധനോദ്ധാരണം എന്നൊരു ഭാഗമായിരുന്നു ഇദ്ദേഹം ഞങ്ങളെ പഠിപ്പിക്കാൻ തുടങ്ങിയത്. എനിക്കിപ്പോഴും അന്നത്തെ രംഗം ഓർമ്മ വരിക. അദ്ദേഹം ആദ്യം പാടിയത്, മുപ്പാരിയിലെ പേരും മുക്കുവാൻ കൽപ്പുള്ള കൽപ്പാന്ത മേഘങ്ങൾ പോന്നു വന്നു, ആദ്യം ചൊല്ലിയ വരിയാണ്. സുകുമാരൻ മാഷ് ആദ്യം അദ്ദേഹത്തിന്റെ ശബ്ദം ഞാൻ കേട്ടത് ഈ വരികളാണ്. 3 ലോകങ്ങളെയും മുക്കുവാൻ പറ്റുന്ന വിധത്തിലുള്ള വലിയ മേഘങ്ങൾ വന്നു, വലിയ മഴ വരികയാണ്. ഗോവർദ്ധന പർവ്വതത്തെ കുടിയായി ചൂടിയ കഥയാ പറയുന്നത്. എന്താണോ മുപ്പാര് എന്ന് ചോദിച്ചു ഞങ്ങളോട്. ഞങ്ങൾ ആരും മിണ്ടുന്നില്ല, എല്ലാവരും മസിൽ പിടിച്ച് നിൽക്കുക. എന്താ മുപ്പാര്? ആർക്കും മനസ്സിലായില്ല അല്ലേ? മമ്പാര്, കോട്ടപ്പാരി, ചെറുപാരി എന്ന് പറഞ്ഞു. മമ്പയർ, കോട്ടപ്പയർ, ചെറുപയർ, അത് നമ്മൾ നാടൻ ഭാഷയിൽ മമ്പാരി, കോട്ടപ്പാരി, ചെറുപാരി എന്ന് പറയും. അതാ മുപ്പാരി എന്ന് പറഞ്ഞു. അതെന്താ? അന്ന് ഈ ഡിപ്പാർട്ട്മെന്റ് ഹെഡ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ തലയിൽ എടുത്തു വെച്ചിരിക്കുന്ന ഒരു ബിംബം, നാടൻ തമാശ പറഞ്ഞിട്ട് ഡിന്നും പറഞ്ഞിട്ട് താഴോട്ട് വീണിട്ട് ക്ലാസ് മുഴുവൻ പൊട്ടിച്ചിരിച്ച്, അതായിരുന്നു ഞങ്ങളുടെ ബ്രെയിൻ സ്റ്റോമിങ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എന്തിനാ നിങ്ങൾ ഇങ്ങനെ മസിൽ പിടിച്ചിരിക്കുന്നത്, സാധാരണ കുട്ടികളായിരിക്കുക. അന്നു മുതൽ അദ്ദേഹത്തിന്റെ ക്ലാസ്സുകളിൽ അപ്പുറത്തെ ക്ലാസ്സിലെ കുട്ടികൾ പോലും വന്നിരിക്കുമായിരുന്നു. ആ ക്ലാസ്സുകളിൽ പാഠപുസ്തകത്തിന് അപ്പുറത്തായിട്ട് എന്തെങ്കിലും ഒരു ബോംബ് പൊട്ടിക്കും അദ്ദേഹം ആ ആഴ്ച വായിച്ചത് എന്തെങ്കിലും പറയും, എന്തെങ്കിലും ഒരു പുതിയത് കണ്ടെത്തും. അദ്ദേഹം പൗരസ്ത്യ കാവ്യമീമാംസയെക്കുറിച്ചും പാശ്ചാത്യ കാവ്യമീമാംസയെക്കുറിച്ചും പരസ്പരം യോജിപ്പിച്ചുകൊണ്ട് അദ്ദേഹം കുറെ സിദ്ധാന്തങ്ങൾ അവതരിപ്പിച്ചു. ദക്ഷിണായനം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കൃതിക്ക് സാഹിത്യ അക്കാദമിയുടെ അവാർഡ് പോലും അന്ന് കിട്ടി. അദ്ദേഹത്തിന്റെ പ്രസക്തി ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു പ്രധാന കാര്യം, കാരണം 3 മണിക്ക് നാടകമാണ്, അതുകൊണ്ട് സുകുമാരൻ മാഷെ പറ്റിയിട്ട് കൂടുതലൊന്നും എനിക്ക് പറയാൻ സമയമില്ല. അദ്ദേഹത്തിന്റെ ഒരു പ്രസക്തി, ഏറ്റവും പ്രസക്തമായ ഒരു വിഷയം ഞാനിവിടെ അവതരിപ്പിക്കട്ടെ. ഞാൻ കഴിഞ്ഞ ദിവസം കോട്ടയത്ത് എം ജി യൂണിവേഴ്സിറ്റിയിൽ അവിടുത്തെ സ്റ്റാഫ് അസോസിയേഷൻ ഇതുപോലത്തെ ഒരു ഹാളിൽ ഒരു വിഷയം പ്രസന്റേഷൻ നടത്തി. ആ വിഷയം രാമചരിതം പാട്ട് മുതൽ വേടന്റെ പാട്ട് വരെ എന്നായിരുന്നു വിഷയം. രാമചരിതം പാട്ട് മുതൽ വേടന്റെ പാട്ട് വരെ. അന്ന് ഞാൻ സുകുമാരൻ മാഷെ അവിടെ കോട്ട് ചെയ്തൊരു കാര്യമുണ്ട്, അത് നിങ്ങളുടെ മുന്നിൽ പറയട്ടെ. സുകുമാരൻ മാഷ് എപ്പോഴും ഞങ്ങൾ ഈ ഗോമടേശ്വര പ്രതിമകളായിട്ട് നമ്മുടെ മനസ്സിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ബിംബങ്ങളെ തച്ചുടക്കുക എന്നത് അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകതയാണ്. മലയാളികളുടെ പ്രിയപ്പെട്ട ഗായകനായിരുന്നല്ലോ യേശുദാസ്. യേശുദാസ് എന്ന് പറഞ്ഞാൽ ദൈവതുല്യനാണ്. പക്ഷെ യേശുദാസിനെ വിമർശിച്ചുകൊണ്ട് അദ്ദേഹം
ക്ലാസ്സിലും പ്രസംഗത്തിലും നിരന്തരം പറയാറുണ്ടായിരുന്നു. അറിയാമോ എന്തിനാണ് യേശുദാസിനെ വിമർശിച്ചത്? മലയാളികളുടെ താളാത്മകതയെയും അവന്റെ കരുത്തിനെയും തകർത്തു കളഞ്ഞത് യേശുദാസിന്റെ പാട്ടാണ്. അവനെ സ്ത്രൈണതയിലേക്ക് കൊണ്ടുവന്ന് കളഞ്ഞു എന്നവർ. യേശുദാസിന്റെ പാട്ടുകൾ അവനെ അലസനാക്കി കളഞ്ഞു, അവനെ പാസീവാക്കി കളഞ്ഞു. ആക്റ്റീവാക്കിയ പാട്ടുകളിൽ നിന്ന് മലയാളികൾ യേശുദാസിന്റെ ഒരു മയക്കുമരുന്ന് പോലെ ആ പാട്ടിന്റെ മയക്കത്തിൽ പെട്ടു കടന്നുപോയി. അത് മലയാളത്തിന് വലിയ നഷ്ടമാണ് സംഭവിച്ചത് എന്ന് അദ്ദേഹം സ്ഥിരമായി പ്രസംഗിക്കുന്നുണ്ടായിരുന്നു. ആ യേശുദാസിന്റെ പാട്ടുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു ചടുല താളത്തിലുള്ള റാപ്പ് സംഗീതത്തിലേക്ക് ഇപ്പോ ഏറെ കാലത്തിന് ശേഷമാണ് മലയാള സംഗീതം മാറിയത്. വേടന്റെ പാട്ടിലൂടെ അതിൽ നല്ല സാഹിത്യമുണ്ട്, പാട്ടൊക്കെ ഉണ്ട്. പാലാപ്പള്ളി, തിരുപ്പള്ളിയും ലജ്ജാവതിയും ഒക്കെ ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ മുമ്പിൽ. ഇല്ലുമിനാട്ടിയും ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇല്ലുമിനാട്ടിയും ലജ്ജാവതിയും പാലാപ്പള്ളി, തിരുപ്പള്ളിയും ഒക്കെ താളവും സംഗീതവും ഗംഭീരമാണെങ്കിലും അതിന്റെ സാഹിത്യവും അതിന്റെ തത്വശാസ്ത്രവും ശൂന്യമാണ്, പിന്തിരിപ്പനാണ്. കാരണം പുരാണത്തിൽ നമ്മൾ അസുരന്മാര് ചോര കുടിച്ചതായി കേട്ടിട്ടുണ്ട്. പക്ഷെ ഒരു അസുരനും കട്ട ചോര കൊണ്ട് ജ്യൂസ് അടിച്ച് സോഡാ സർബത്ത് കുടിച്ചിട്ടില്ല. അത്തരത്തിൽ പിന്തിരിപ്പനായിരിക്കുന്ന ഒരു അക്രമ ആസക്തിയെ വളർത്തുന്ന, വില്ലത്തരത്വത്തെ വളർത്തുന്ന പാട്ടുകളാണ് പുതിയ താളത്തിൽ അവതരിപ്പിച്ചത്. അവിടെയാണ് വേടന്റെ പ്രസക്തി. വേടൻ ചില തെറിവാക്കുകളെല്ലാം പാട്ടിൽ ഉപയോഗിച്ചു എന്നതുകൊണ്ട് മാത്രം അവിടെയാണ് സുകുമാരമാഷയുടെ ഉർവരതിയുടെ താളം എന്ന് പറഞ്ഞ് യുവകലാ സാഹിത്യം പ്രസിദ്ധീകരിച്ച ഒരു പുസ്തകമുണ്ട്, സുകുമാരമാഷയുടെ ലേഖനങ്ങളുടെ സമാഹാരം. ആ സമാഹാരത്തിലെ ഒരു ഹെഡിങ് എന്താണെന്നറിയുമോ? ഒരു ഹെഡിങ് നായിന്റെ മോൻ എന്നാണ്. സുകുമാരമാഷ് എഴുതിയ ഒരു ലേഖനത്തിന്റെ ഹെഡിങ് നായിന്റെ മോൻ എന്നാണ്. അത് വായിക്കുമ്പോൾ നമ്മൾ ഇതെന്തെന്നായി ഒരു അധ്യാപകനല്ലേ എഴുതുന്നതെന്ന്. അതിലൂടെ കയറി നോക്കുമ്പോഴാണ് ലോക സംസ്കാരത്തിൽ തെറിവാക്കുകൾ ഉത്ഭവിച്ചതിൻ്റെ ചരിത്രം. ഏതാണ് ഏറ്റവും സൂപ്പർ തെറി? എന്താണ് നായിന്റെ മോൻ എന്ന് പറയുന്നത് തെറിയായി മാറിയത്? പട്ടിയുടെ മനഃശാസ്ത്രം. നിങ്ങൾ എം പി നാരായണപിള്ളയുടെ പരിണാമം എന്ന പുസ്തകം വായിച്ചിട്ടുണ്ടോ ആരെങ്കിലും? എം പി നാരായണപിള്ളയുടെ പരിണാമം എന്ന് പറയുന്ന ഒരു പുസ്തകം വായിക്കണം കേട്ടോ. ഒരു വല്ലാത്ത അത്ഭുത പുസ്തകമാണത്. ആ പരിണാമം എന്ന പുസ്തകത്തിൽ പൂയില്യൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രമുണ്ട്. പൂയത്തിന്റെയും ആയില്യത്തിന്റെയും മധ്യത്തിൽ ജനിച്ചതുകൊണ്ട് പൂയില്യൻ. പട്ടികളുടെ മനഃശാസ്ത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വല്ലാത്ത ഒരു പുസ്തകമാണത്. ആ പട്ടിയുടെ മനഃശാസ്ത്രത്തെ ഈ പരിണാമം എഴുതുന്നതിന് മുമ്പ് ലോകത്തിന്റെ മുന്നിൽ അവതരിപ്പിച്ച് അതിൽ മനുഷ്യന്റെ സാംസ്കാരിക വികാസവും പട്ടികളുടെ ചരിത്രവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് തെറിയുടെ ചരിത്രം അതിമനോഹരമായി അവതരിപ്പിച്ചു സുകുമാരമാഷ് ആ ലേഖനത്തിൽ. അത്തരത്തിൽ നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെ സഞ്ചരിച്ചവനാണ് അദ്ദേഹം. ഒരു തെയ്യത്തെക്കുറിച്ച് പ്രസംഗിക്കുമ്പോൾ ഒരു പരിസ്ഥിതി സൗന്ദര്യ ശാസ്ത്രത്തിന്റെ പറ്റി ക്ലാസ് എടുക്കാൻ ഞാൻ കൂട്ടിക്കൊണ്ടുപോയി. ഞങ്ങളുടെ നാട്ടിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലേശം വെള്ളടിച്ചിട്ടുള്ള ഒരാൾ തെയ്യത്തെ തൊട്ട് കളിക്കണം, അത് നമ്മളെ ദൈവമാണെന്ന് പറഞ്ഞിട്ട് ബഹളം വെച്ച് എനിക്ക് ഓർമ്മയുണ്ട്. നല്ല വെള്ളത്തിലാണ്, ഇങ്ങോട്ട് വേണം. അയാൾ പോയിട്ട് നേരെ കയ്യും പിടിച്ചിട്ട് ഇവിടെ ഇരിക്കണം എന്ന് പറഞ്ഞിട്ട്, അതാണ് അത്. വെറും ഈ പ്രസംഗം എന്ന് പറഞ്ഞാൽ വെറും ഒരു വ്യവസ്ഥാപിതമായ ശൈലിയിൽ നിന്ന് വ്യത്യസ്തമായി അയാളെ പിടിച്ച് മുന്നിലത്തെ കസേരയിൽ ഇട്ടിട്ട് നിനക്ക് തെയ്യത്തെ പറ്റി എന്താണ് അറിയാവാ എന്നൊക്കെ പറഞ്ഞ് അയാളോടാ പിന്നെ പ്രസംഗം. ആ പ്രസംഗത്തിന്റെ കരുത്ത് അവിടെയായിരുന്നു. എന്താണ് തെയ്യം, അതിൻ്റെ സൗന്ദര്യശാസ്ത്രത്തിന്റെ പ്രത്യേകതകൾ, അതിൽ വെറും ദൈവമല്ലത്, അതിനപ്പുറത്ത് ചിലതുണ്ട്. അതിലെ പൊട്ടൻ തെയ്യത്തെ പറ്റിയിട്ട്, അതിൻ്റെ തത്വശാസ്ത്രത്തെ പറ്റിയിട്ടൊക്കെ അതിമനോഹരമായി അദ്ദേഹം സംസാരിച്ചു. അങ്ങനെ സംസാരിക്കുന്നതിനിടയിൽ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിനൊരു താളമുണ്ടായിരുന്നു. ആ താളം എവിടുന്നാണ് കിട്ടിയത്? ആ താളം അദ്ദേഹം നല്ല മൃദംഗ വിദ്വാനായിരുന്നു. ബ്രണ്ണൻ കോളേജിൽ ഞങ്ങൾ ഒരു ശില്പശാല വെച്ചു, താളവും സാഹിത്യവും എന്ന വിഷയത്തെക്കുറിച്ച്. ആ വിഷയത്തെക്കുറിച്ച് ശില്പശാല വെച്ചിട്ട് തൻ്റെ ഇടത്തെ കാലെടുത്ത് മൃദംഗത്തിന്റെ മേലെ വെച്ചിട്ട് ഇടത്തും വലത്തുള്ള കൈകൊണ്ട് നളചരിത മാട്ടക്കഥയിലെ പേർത്തു പേർത്തു ജനകീർത്യമാന നളപാർത്ഥിവോത്തമ സത്കീർത്തികൾ കേട്ടേൻ
ഓർത്തവനുടൽ കൂർത്തുമൂർ തങ്കജാത്രമേറ്റു നേർത്തുടൻ നെടുതായി വീർത്തു ഞാൻ അർത്ഥയായി എന്ന ആ ഭാഗം, ആ പദം മൃദംഗത്തിൽ വായിച്ച് കേൾപ്പിച്ചത് ഞാൻ അത്ഭുതത്തോടെ ഓർക്കുക. അതുപോലെ ദമയന്തിയുടെ നടത്തം മതലുളിതം മൃദുലളിതം ഗുണമിളിതം ഇതു കളിയല്ലേ എന്നത് മൃദംഗത്തിൽ വായിച്ചത് ഞാനിപ്പോൾ ഓർക്കുകയാണ്. അപ്പോ ഓരോ കാവ്യത്തിന്റെയും ഓരോ വൃത്തത്തിന്റെയും ശ്ലോകത്തിന്റെയും മൃദംഗത്തിലേക്കുള്ള മാറ്റം, അതിന്റെ താളാത്മകമായ സന്നിവേശം അദ്ദേഹം അതിമനോഹരമായിട്ട് ഇതിൽ അവതരിപ്പിച്ചു. അത്തരത്തിൽ മൃദംഗ വിദ്വാനായിരുന്നു അദ്ദേഹം. ഇന്നോളം എം.എൻ. വിജയൻ മാഷയുടെ ചിത്രങ്ങളിൽ ഏറ്റവും മനോഹരമായി ആ ചിത്രത്തിനെ ഏറ്റവും ആഴമുള്ള കണ്ണുകൾ വരച്ചത് ടി.പി. സുകുമാരൻ മാഷാണ്. നല്ല ചിത്രകാരനായിരുന്നു. കലയിലുള്ള ആദ്യത്തെ വിപ്ലവം ഉണ്ടാകുന്നത് സാഹിത്യത്തിലല്ലെന്നും ചിത്രകലയിലാണ് ആദ്യത്തെ മാറ്റം ഉണ്ടാകുന്നത്. നവോത്ഥാന മൂല്യങ്ങൾ ചിത്രകലയിലാണ് ആദ്യം പ്രത്യക്ഷപ്പെട്ടത്. അവിടുന്നാണ് പിന്നെ സാഹിത്യത്തിലേക്ക് വന്നത്. അവിടുന്നാണ് പിന്നീട് അത് നാടകത്തിലേക്കും മറ്റൊക്കെ വരുന്നത് എന്നൊക്കെ അദ്ദേഹം അതിമനോഹരമായി ഞങ്ങൾക്ക് ക്ലാസ് എടുത്തു തന്നിരുന്നു. അത്തരത്തിൽ ലോകത്തിലുള്ള മാറ്റങ്ങളെ എന്ന് പറഞ്ഞാൽ സനാതന സാഹിത്യ മൂല്യങ്ങളെ അടിച്ചു തകർത്തിട്ട് അധുനാതന സാഹിത്യ സംസ്കാരത്തെ പ്രതിഷ്ഠിക്കുന്നതിൽ നല്ല പങ്കുവച്ച മനുഷ്യനാണ് സുകുമാരൻ മാഷ്. സനാതനം എന്ന വാക്കെന്താ? ഒന്നും ചോദ്യം ചെയ്യപ്പെടരുത്. നമ്മുടെ രാജ്യം, നിങ്ങൾ വിദ്യാർത്ഥികൾ മനസ്സിലാക്കണം, നമ്മുടെ രാജ്യത്ത് അതിബുദ്ധിമാന്മാരുണ്ടായിരുന്ന രാജ്യമാണ് നമ്മുടേത്. അതിബുദ്ധിമാന്മാർ. അമേരിക്ക കൊളംബസ് കണ്ടുപിടിക്കുന്നതിന് 1000 കൊല്ലം മുമ്പ് ഇന്ത്യയിൽ യൂണിവേഴ്സിറ്റി ഉണ്ടായിരുന്നു. നളന്ദയും തക്ഷശിലയും ഉണ്ടായിരുന്നു. കാശ്മീരിൽ ശാരദ സർവകലാശാലയുണ്ടായിരുന്നു. ഈ സർവകലാശാലയുണ്ട്, വേദങ്ങളുണ്ട്, ഉപനിഷത്തുകളുണ്ട്, വേദാന്തമുണ്ട്, 18 പുരാണങ്ങളുണ്ട്. ആ 18 പുരാണങ്ങളിൽ 20,000 പേരുണ്ട്. നിങ്ങൾ അറിയണം, ഈ ഭൂമിയിൽ എല്ലാത്തിനും പേര് കൊടുത്ത നമ്മളാ. ഈ പുരാണങ്ങളിൽ നിന്നാണ് എല്ലാറ്റിനും പേരെടുത്തത്. അതിനു മുമ്പ് പേരുണ്ടായിരുന്നോ? ഇപ്പൊ 2 മക്കൾക്ക് പേരിടാൻ കണ്ട നെറ്റ് തപ്പുന്നില്ലേ? നിങ്ങൾ മനസ്സിലാക്കണം, അന്ന് ധൃതരാഷ്ട്രം 100 മക്കൾക്ക് പേരിട്ടു, ഒന്നുപോലും ആവർത്തിച്ചു വന്നില്ല. ഈ പേരുകൾ മുഴുവൻ കണ്ടെത്തിയില്ല. ഇപ്പോൾ ജാനകിക്ക് ബി ജാനകി എന്ന് സുരേഷ് ഗോപിന്റെ സിനിമക്ക് പേരിടുമ്പോൾ നമ്മൾ ആലോചിക്കണം, ഈ പേരുകളെല്ലാം ഇനി എവിടുന്ന് കിട്ടും? ഇനിയിപ്പം സിനിമകളിലെ കഥാപാത്രങ്ങൾക്കെല്ലാം പണ്ട് പോലീസുകാരെ വിളിക്കും പോലെ 310, 412 എന്ന് വിളിക്കും പോലെ പേരിടേണ്ടി വരുന്ന അവസ്ഥയാണ്. ഈ പേരുകൾ പുരാണത്തിൽ മുഴുവൻ 20,000 പേര് വന്നു. ഇത്രയും വിവരമുണ്ട്. മാത്രമല്ല, നമ്മുടെ ആധുനിക ചികിത്സകളുണ്ടല്ലോ, മെന്റലിയഫിന്റെ പട്ടികയും 104 മൂലകങ്ങളും അല്ലെ, ടെസ്റ്റ് ട്യൂബും ഫണലും ലാബറട്ടറിയും അതുപോലെ മൈക്രോസ്കോപ്പും എക്സ്റേ മെഷീനും സ്കാനിങ്ങും ഒക്കെ വന്നിട്ട് 100-200 കൊല്ലമായിരുന്നു നമ്മുടെ മോഡേൺ മെഡിസിൻ. എന്നാൽ ഈ മോഡേൺ മെഡിസിൻ വരുന്നതിന് 1000 കൊല്ലം മുമ്പ് നമ്മുടെ നാട്ടിലെ മരങ്ങളുടെയും ചെടികളുടെയും വള്ളികളുടെയും ഇലയും തൊലിയും പൂവും കായും വേരും വായിലിട്ട് ചവച്ചരച്ചു നോക്കിയിട്ട് ഇതായിരുന്നു ലാബറട്ടറി. വാദത്തിനും പിത്തത്തിനും കഫത്തിനും പറ്റിയ കഷായവും അരിഷ്ടവും ഗുളികയും ലേഹ്യവും തൈലവും വടകവും എഴുതി വെച്ച ചരകനും സുശ്രുതനും സഞ്ജീവിനിയും ഈ രാജ്യക്കാരനാ. ഇത്രയും വിവരം ഉണ്ടായിട്ടും നമ്മുടെ രാജ്യം എന്താ പുറകിലായി പോയത്? നമ്മുടെ കുട്ടികൾ ചിന്തിക്കണം, വിദ്യാർത്ഥികൾ ചിന്തിക്കണം. എന്തേ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കേവലം ജോലി വാങ്ങാൻ വേണ്ടി മാത്രമുള്ളതല്ലെന്ന് അദ്ദേഹം സുകുമാരൻ മാഷ് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നു. എക്സ്പ്ലോറിംഗ് ദി മൈൻഡ്. എന്താ അത് ഇന്ത്യയിൽ നടന്നില്ല? സനാതനം ബൈഹാർട്ട് പഠിച്ചിട്ട് ആ പഠിച്ചത് തത്തമ്മേ പൂച്ച പൂച്ച എന്ന് തത്ത പറയും പോലെ അർത്ഥമറിയാതെ ആവർത്തിച്ചു പറയുന്നതാണ് വിദ്യാഭ്യാസം എന്ന് തെറ്റിദ്ധരിച്ചു. ഗുരോസ്തു മൗനം വ്യാഖ്യാനം ശിഷ്യാസ്തു ചിഹ്ന സംശയ. മൗനത്തിലൂടെ ഗുരു വ്യാഖ്യാനിക്കുന്നു, ഒരു സംശയമില്ലാത്ത ശിഷ്യന്മാര് ദക്ഷിണാമൂർത്തി സ്തവത്തിൽ പറയുന്നു. അത്തരത്തിൽ സംശയങ്ങളില്ലാത്ത, ചോദ്യങ്ങളില്ലാത്ത വിദ്യാർത്ഥികൾ. അതിന്റെ ഫലം എന്താ? അതിൽ ഇത്രയും വിവരം ഉണ്ടായിട്ടും ഈ ഹാളിൽ ഇന്ത്യയെ കണ്ടുപിടിച്ച് ഏതെങ്കിലും ഒരു സാധനം കാണിച്ചു തരാൻ പറ്റുമെങ്കിൽ? ഇന്ത്യയെ കണ്ടുപിടിച്ച്, ഈ മൈക്ക് കണ്ടുപിടിച്ച് ഇന്ത്യയിലല്ല, എൻ്റെ വാച്ച് കണ്ടുപിടിച്ച് ഇന്ത്യയിലല്ല, കണ്ണട കണ്ടുപിടിച്ച് ഇന്ത്യയിലല്ല, പേന കണ്ടുപിടിച്ച് ഇന്ത്യയിലല്ല, അച്ചടി കണ്ടുപിടിച്ചതും കടലാസ് കണ്ടുപിടിച്ച് ഇന്ത്യയിലല്ല, ഫോണ് കണ്ടുപിടിച്ച് ഇന്ത്യയിലല്ല, ബൾബ് കണ്ടുപിടിച്ച് ഇന്ത്യയിലല്ല, ഞാൻ വന്ന കാറ് കണ്ടുപിടിച്ചത്, സിമെന്റ് കണ്ടുപിടിച്ചത്, നിങ്ങളിരിക്കുന്ന കസേര പ്ലാസ്റ്റിക് കണ്ടുപിടിച്ച് ഇന്ത്യയിലല്ല, എല്ലാം വിദേശത്ത് കണ്ടുപിടിച്ച് കൊണ്ടുവന്നതാ. ഇത്രയും വിവരം ഉണ്ടായിട്ട് വിദ്യാർത്ഥികൾ ആലോചിക്കണം. അവിടെയാ സുകുമാരൻ മാഷുടെ തത്വശാസ്ത്രത്തിന്റെ പ്രസക്തി. സനാതനത്തെ അടിച്ചു തകർത്തിട്ട് അധുനാതനമായ ചിന്താഗതികളെ പുനഃസൃഷ്ടിക്കാൻ, അങ്ങനെ സൃഷ്ടിക്കുമ്പോഴും നമ്മുടെ പാരമ്പര്യ കലകളെന്ന് പറയുന്ന ക്ലാസിക് കലയ്ക്ക് തുല്യമായിരിക്കുന്ന സ്ഥാനം അദ്ദേഹം നാടോടി കലകൾക്ക് കൊടുത്തു.
സാധാരണക്കാരന്റെ പാട്ടുകൾക്ക്, കൊൽക്കലിപ്പാട്ടുകൾക്ക് കൊടുത്തു. അതും സാഹിത്യം തന്നെയാണ്, അതും കല തന്നെയാണ്, അതും ക്ലാസിക് തന്നെയാണെന്ന് പറഞ്ഞു. അത്തരത്തിൽ തബലയും മൃദംഗവും ചിത്രകലയും നാടകകലയും എല്ലാം കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് നാടകത്തെപ്പറ്റി, നാടകകല എങ്ങനെ ഗ്രീക്ക് സംസ്കാരത്തിൽ നിന്ന് നാടകകല ഉണ്ടായതിൻ്റെ ചരിത്രം, നാടകമുണ്ടായത് മൈതാനത്തു നിന്നാണ്. ദീവന്യാസോസ് ദേവനെ ആരാധിക്കാൻ വേണ്ടി ഒത്തുചേർന്ന മൈതാനത്തിൽ നിന്നാണ് നാടകമെന്ന കലയുണ്ടായതെന്ന ചരിത്രം അദ്ദേഹം ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നു. അത്തരത്തിൽ നാടകം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഇംഗ്ലീഷ് നാടകങ്ങൾ കർട്ടൻ ഉയരുമ്പോൾ ഫോണെടുത്ത് വിളിക്കുന്നത് പോലുള്ള മോഡേൺ നാടകങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ജനക്കൂട്ടത്തിൽ നിന്ന് വരുന്ന നാടകം വെള്ളേരി നാടകം. വെള്ളേരിക്കണ്ടത്തില് വെള്ളേരിക്ക പറിച്ച കരക്കണ്ടത്തിൽ സ്റ്റേജും താഴെക്കണ്ടത്തിൽ ഓഡിയൻസുമായി ഇരുന്നിട്ട് വായക്ക് തോന്നിയ കോടക്ക് പാട്ട് എന്ന മട്ടിൽ നാടകം ഉണ്ടാകുന്നവണ്ടായി. നാടകങ്ങൾ ആരും എഴുതാതെ ഒരു സമൂഹത്തിൽ നിന്ന് സ്വയമേവ നാടകം ഉത്ഭവിച്ചു വരാറുണ്ടായി. അത്തരത്തിലുള്ള നാടകങ്ങളാണ് വെള്ളരി നാടകം. എന്താ വെള്ളരി നാടകം? അദ്ദേഹം വെറുതെ അത് പറയുകയും ക്ലാസ് എടുക്കുകയും മാത്രമല്ല, അദ്ദേഹം ഒരു നാടകം എഴുതി. ആയഞ്ചേരി വൈദ്യശമാൻ നാടകം എഴുതുകയും ആ നാടകം സംവിധാനം ചെയ്യുകയും ആ നാടകം കളിക്കുകയും ചെയ്തു. യുവകലാസാഹിതിയുടെ സംസ്ഥാന പ്രസിഡന്റായിരുന്നു ഈ ടി.പി. സുകുമാരൻ മാഷ്. യുവകലാസാഹിതിയുടെ സുകുമാരൻ മാഷ്ക്ക് തൊട്ടു മുമ്പ് സംസ്ഥാന പ്രസിഡന്റായിരുന്ന ആള് നമ്മുടെ സി രാധാകൃഷ്ണനാണ്. പ്രശസ്ത നോവലിസ്റ്റ് സി രാധാകൃഷ്ണനാണ്. രാധാകൃഷ്ണൻ മാഷ് പിന്നെ സുകുമാരൻ മാഷിക്ക് ശേഷം യുവകലാസാഹിതിയുടെ സംസ്ഥാന പ്രസിഡന്റായിട്ട് മാടമ്പ് കുഞ്ഞുകുട്ടൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആലങ്കോട് ലീലാകൃഷ്ണനാണ്. ആ യുവകലാസാഹിതി എന്ന പ്രസ്ഥാനത്തോട് എന്നെ അടുപ്പിച്ചത്, ഞാനിവിടെ PDCക്ക് പഠിക്കുന്ന കാലത്ത് തലശ്ശേരി ഒരു വലിയ സമ്മേളനം നടക്കുന്നുണ്ട്, സാഹിത്യകാരന്മാരൊക്കെ വരുന്നുണ്ട്, നീ വരുന്നോ എന്ന് എന്നോട് ചോദിച്ചതാ. ഞാൻ വെറുതെ പോയത്. അങ്ങനെയാണ് ഈ യുവകലാസാഹിതിയെ ഞാൻ ആദ്യമായിട്ട് തലശ്ശേരിയുള്ള അന്നത്തെ ടൗൺ ഹാളിൽ പരിചയപ്പെടുന്നത്. ആ യുവകലാസാഹിതി ഈ സുകുമാരൻ മാഷയുടെ നാടകത്തെ ഇപ്പൊ പുനരാവിഷ്കരിച്ചു. അതാണ് മാഷോട് ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയ മഹത്വം. ആ നാടകമാണ് ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. പ്രശസ്തനായ നാടക സംവിധായകൻ, അറിയപ്പെടുന്ന നാടക സംവിധായകൻ ശ്രീ പവിത്രനാണ് അതിൻ്റെ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ സംവിധാനം എല്ലാം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ അയാൾ അഭിനയിക്കുന്നുണ്ട്. അത് ഒരുപാട് വേദികളിൽ അവതരിപ്പിച്ചു. നിങ്ങൾ ഈ നാടകം കാണാനിരിക്കുന്ന കുട്ടികളോട് എനിക്ക് അഭ്യർത്ഥിക്കാറുള്ളത്, നിങ്ങൾ അച്ഛാ മക എന്ന് വിളിക്കുന്ന നാടകങ്ങൾ ആ രീതിയിലുള്ള നാടകമല്ല ഇത്. ഈ നാടകം ജനക്കൂട്ടത്തിൽ നിന്ന് ഉയർന്നു വരുന്ന ഒരു നാടകമാണ്. ആ പഴയ കാലഘട്ടത്തിലുള്ള പ്രതിരോധത്തിന്റെ നാടകമാണ്. അത്തരത്തിലൊരു നാടകം എഴുതുകയും ചെയ്തു ആയഞ്ചേരി വല്യശമാൻ. ആ നാടകം കേരളത്തിലാകമാനം ചർച്ച ചെയ്യപ്പെട്ട നാടകമായിരുന്നു. നാടക കലയെപ്പറ്റി അദ്ദേഹം പുതിയ ശ്രീകണ്ഠൻ നായരുടെ നാടകങ്ങളെ പറ്റി, രാമായണ നാടകത്രയത്തെ പറ്റിയൊക്കെ അതിമനോഹരമായിട്ട് അതിനെ വ്യാഖ്യാനിക്കുമായിരുന്നു. അത്തരത്തിൽ സാഹിത്യരംഗത്തും നാടകരംഗത്തും കലാരംഗത്തും രാഷ്ട്രീയ രംഗത്തും താളരംഗത്തും അതുപോലെ നാടോടി വിജ്ഞാനീയ രംഗത്തുമെല്ലാം വേറിട്ട വഴിയിലൂടെ സഞ്ചരിച്ചൊരു വ്യക്തിയായിരുന്നു സുകുമാരൻ മാഷ്. വേറിട്ട വഴിയിലൂടെ. പക്ഷെ കേരളത്തിലെ അക്കാദമിക സമൂഹം ഇദ്ദേഹത്തെ വേണ്ടത്ര തിരിച്ചറിഞ്ഞില്ല, വേണ്ടത്ര വിലയിരുത്തിയില്ല. നമ്മളെല്ലാം വലിയ വലിയ ഗുരുവായൂർ കേശവൻ എന്ന ആനയുടെ പുറത്ത് എഴുന്നള്ളുന്നവരുടെ പുറകെ മാത്രം പോയി. നമ്മളെല്ലാം നാട്ടിൽ ആനപ്പുറത്ത് കയറാതെ മണ്ണിൽ ചവിട്ടി നടക്കുന്ന ഒരുപാട് സാഹിത്യകാരന്മാരുണ്ടായിരുന്നു. എന്തിനാണ് സുകുമാരൻ മാഷെ അനുസ്മരിക്കുന്നത്? അദ്ദേഹത്തിന്റെ ആത്മാവിനെ മോക്ഷം കൊടുക്കാനല്ല, അദ്ദേഹത്തിന്റെ കുടുംബക്കാരെ ബോധ്യപ്പെടുത്താനുമല്ല. ആ മാഷ് തൊടുത്തുവിട്ടിരിക്കുന്ന സാംസ്കാരിക രംഗത്തെ ചില വിപ്ലവങ്ങളുണ്ട്. ആ വിപ്ലവങ്ങൾ തുറന്നു കൊണ്ടുപോകാൻ സാഹിത്യത്തോട് താല്പര്യമുള്ള പുതിയ തലമുറ അത് ഏറ്റെടുക്കണം, നെഞ്ചേറ്റണം. അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ വായിക്കണം. ആ നാടകകലയെപ്പറ്റി പുതിയ രീതിയിലും കാണണം. താളം എന്ന് പറയുന്നത് തങ്കത്തളികയിൽ പൊങ്കലുമായി വന്ന തൈമാസ തമിഴ് പെണ്ണേ എന്ന നമ്മുടെ കാറിന്റെ ഷോക്ക് അബ്സോർബർ അമരും പോലെ തങ്കത്തളികയിൽ എന്ന മട്ടിലുള്ളതല്ല പാട്ട്. അതിനപ്പുറത്ത് ചടുലതാളങ്ങളുള്ള ഒരു പാട്ടിന്റെ സംസ്കാരം പാരമ്പര്യം നമുക്കുണ്ടെന്നും ബോധ്യപ്പെടണം. നമ്മൾക്ക് പുതിയ താളാത്മകതയിലേക്ക്, പുതിയ ഗാനശാഖയിലേക്ക് പോകണം. മറ്റുള്ളവർ സഞ്ചരിച്ച ഇതിന്റെ പിറകെ പോകരുത്. നമ്മുടെ രാജ്യം പിറകോട്ട് പോയത് അതാണ്. ഗതാനുഗതികത്വമാണ് നമ്മുടെ രാജ്യത്തെ തകർത്തത്. ഗതാനുഗതികത്വം. മലയാള സാഹിത്യത്തിലെ ആദ്യത്തെ വിപ്ലവം ഉണ്ടാക്കിയത് AR രാജരാജവർമ്മയുടെ ഒരു ലേഖനമാണ്.
നളിനി ഒരവതാരിക. ആ ലേഖനത്തിന്റെ തുടക്കം ഗതാനുഗതികത്വത്തെക്കാൾ നവനവോല്ലേഖ കൽപ്പനകളിലാണ് നമ്മുടെ കവികൾ ശ്രദ്ധിക്കേണ്ടതെന്നാണ്. എനിക്ക് കുട്ടികളോടും പറയാനുള്ളത്, നിങ്ങൾ ഗതാനുഗതികത്വത്തിലൂടെ പോകരുത്, പോയ വഴിയേ പോകരുത്, നിങ്ങളുടെ സ്വന്തമായ വഴി തെളിക്കണം. സുകുമാരൻ മാഷെ പറ്റി പഠിക്കുമ്പോൾ അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അദ്ദേഹത്തെ ഓർക്കുമ്പോൾ പുതിയ വഴി കണ്ടെത്തണം, നിങ്ങളുടേതായ ചില വീക്ഷണങ്ങൾ ഉണ്ടാവണം. പാഠപുസ്തകങ്ങൾ പഠിച്ച് പരീക്ഷയിൽ എഴുതി മാർക്ക് വാങ്ങലല്ല വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം. നമ്മുടെ സമൂഹത്തെ പുതുക്കലാണ്, സമൂഹത്തെ വളർത്തലാണ്. +2 കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഇവിടെ വരുന്നത്. പ്ലസ് ആവണം. നമ്മൾ A+ നേടിയിട്ട് മാർക്കിൽ പ്ലസ് ആയാൽ മാത്രം പോരാ. ആ പ്ലസ് എന്ന് പറയുന്നത് X ആക്സിസും Y ആക്സിസുമാണ്. അതാണല്ലോ പ്ലസ്. X ആക്സിസ് എന്ന് പറയുന്നത് പരന്ന വായനയാണ്, Y ആക്സിസ് എന്ന് പറയുന്നത് ആഴത്തിലുള്ള ചിന്തയാണ്. വായനയും ചിന്തയും ക്രോസ് ചെയ്യുമ്പോൾ മാത്രമേ നിങ്ങൾ പ്ലസ് ആവുന്നുള്ളൂ. ഇന്ത്യ കണ്ട ആദ്യത്തെ A+കാരൻ കരംചന്ദ് ഗാന്ധിയാണ്. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. എന്താണ് കരംചന്ദ് ഗാന്ധി പ്ലസ് ആവുന്നത്? കർമ്മവും ചിന്തയും ചേർക്കണം. അതാ കർമ്മചിന്ത ഗാന്ധിയാണ് കരംചന്ദ് ഗാന്ധി. നിങ്ങൾ അധ്വാനിക്കാൻ തയ്യാറാവുകയും ചിന്തിക്കാൻ തയ്യാറാവുകയും ചെയ്യണം. അത്തരത്തിൽ പ്ലസ്സായി മുന്നോട്ട് പോകാൻ ഇത്തരത്തിലുള്ള സാംസ്കാരിക നായകന്മാർ, അവരെ നിങ്ങൾ പഠിക്കണം. എന്നാൽ മാത്രമേ നമ്മൾ എന്താ ഇവിടുന്ന് വന്ന് നമ്മൾ എങ്ങോട്ടാ പോകുന്ന എന്നറിയണമെങ്കിൽ ഇത്തരത്തിലുള്ള വിളക്കുമരമേ വെളിച്ചമുണ്ടോ എന്ന് അന്വേഷിക്കണം. അത്തരത്തിലുള്ള വിളക്കുമരമായിരുന്നു വിദ്യാഭ്യാസ രംഗത്ത്, കലാരംഗത്തുള്ള വിളക്കുമരമായിരുന്നു നമ്മുടെ പ്രിയപ്പെട്ട സുകുമാരൻ മാഷ്. അദ്ദേഹത്തിന്റെ ആ പാവനവും ജ്വലിക്കുന്നതുമായ ഓർമ്മകൾക്ക് മുന്നിൽ ഒരു പൂർവ്വ വിദ്യാർത്ഥി എന്ന നിലയിലും ഒരു യുവകലാ സാഹിതിയുടെ പ്രവർത്തകൻ എന്ന നിലയിലും തലകുനിച്ച് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ കൂടെ അന്ന് ഞങ്ങളെ പഠിപ്പിച്ചിരുന്ന, ഇപ്പോൾ ബർസാർ ഇവിടെ ഉണ്ട്, അന്നത്തെ ബർസാറായിരുന്ന ഫാദർ വടക്കമൂലയിൽ അച്ഛൻ. ആ വടക്കമൂലയിൽ അച്ഛൻ കഴിഞ്ഞ വർഷം 2 വർഷമായി മരണപ്പെട്ടു പോയി. അദ്ദേഹം എൻ്റെ ജീവിതത്തിൽ ആദ്യം എനിക്ക് സമ്മാനം കിട്ടിയത് പൊളിറ്റിക്കൽ സയൻസ് പരീക്ഷയിൽ ഫസ്റ്റ് കിട്ടിയതിന് ഒരു പേന തന്നിരുന്നു അദ്ദേഹം. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കിട്ടിയ സമ്മാനം അതായിരുന്നു. അദ്ദേഹത്തെ ഞാൻ ഓർക്കുന്നു. എന്നെ ഇവിടെ കടമ്മനിട്ടയുടെ കവിതയുടെ ആഴങ്ങളിലേക്ക് എത്തിച്ചു തന്ന ജിയോ പുളിക്കൽ സാറുണ്ടായിരുന്നു, ഫാദർ ജിയോ പുളിക്കൽ. അദ്ദേഹം ഇപ്പോഴും ഉണ്ട്, ഞാൻ ഇടയ്ക്ക് കാണാറുണ്ട്, ഞാൻ വിളിക്കാറുമുണ്ട്. അവരെയൊക്കെ ഓർത്തുകൊണ്ട് എന്നെ പഠിപ്പിച്ച ഈ ഗുരുനാഥന്മാരുടെ മുന്നിൽ തലകുനിച്ചുകൊണ്ട് സുകുമാരൻ മാഷുടെ ഈ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിക്കാൻ മനസ്സു കാണിച്ച ഇവിടുത്തെ സ്റ്റാഫ് കൗൺസിലിനും ദീപ ടീച്ചർക്കും പ്രിൻസിപ്പലിനുമെല്ലാം യുവകലാ സാഹിതിയുടെ പേരിൽ അഗൈതവമായ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് നാടകം രംഗത്ത് ഏറാൻ സമയമായതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നീട്ടുന്നില്ല. എല്ലാവർക്കും ഇവിടെ ഒത്തുചേർന്ന എല്ലാവർക്കും നന്ദി പ്രകാശിപ്പിച്ച് ഞാൻ എൻ്റെ ഭാഷണം ചുരുക്കുന്നു. നമസ്കാരം. അതിശയകരമായ മുദ്ര പതിപ്പിച്ച ശ്രീ സുകുമാരൻ സാറിന്റെ അനുസ്മരണ യോഗത്തിൽ ആശംസകൾ നേരാൻ ഇരിക്കുന്നു. സുഹൃത്തുക്കളെ, നിങ്ങളുടെ ബോധ മനസ്സിനെ ഞങ്ങൾ 80 വർഷം പിന്നിലേക്ക് ക്ഷണിക്കുകയാണ്.
തിരുമനസ്സിലെഴുന്നള്ളാനുള്ള ഈ മധ്യമാർഗം വേണ്ടത്ര വിശാലമായിരിക്കട്ടെ. എഴുന്നള്ളുമ്പോൾ എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാനുള്ള അത്യാദര പുരസ്സരം വേണ്ടത്ര ഉണ്ടാവേണ്ടതാണ് എന്ന് വിശേഷ അപേക്ഷിക്കേണ്ടതില്ലല്ലോ. പാട്ട് തുടരട്ടെ. തുടങ്ങട്ടോ. തുടങ്ങാൻ പറ്റേ. എന്ത് കളിയുടെ പേര്? കാഞ്ചനമാല. കാഞ്ചനമാല അടിയൻ തന്നെ. അടിയൻ തന്നെ. മംഗളകാണ്ഡമോ? അതും അടിയൻ തന്നെ. നന്നായി. പാടിയത് നന്നായോ എന്നാ ശങ്ക. പാടിയതും നന്നായി. പറമ്പിൽ വെച്ച് കെട്ടുന്നു തെളിഞ്ഞ കണ്ഠമാ. പക്ഷേ വേണ്ടത്ര ഒച്ച പറയുന്നല്ലോ. എന്താ
അതെ ആണ്ടിയില്ല ഒന്നുകൂടി ആണ്ടി ഇപ്പൊ വായിച്ചത് തന്നെ അങ്ങോട്ട് വായിക്ക കൂട്ടത്തിൽ മംഗളകാലത്തിന്റെ പദവി ഭാഗവതർ പാഠം ചെയ്യ അപ്പാവുന്നല്ലേ പേര് അടിയൻ അടിയൻ ഉള്ളവരല്ലേ ഹാർമോണിയം കാട്ടി കൊടുക്കണ്ട അടിയൻ ഇങ്ങനെയാ മൃദംഗം വായിക്കേണ്ടത് എല്ലാവർക്കും ഇനിയൊരു കാര്യം വടകീവാറ്റിയില്ലേ നവരാഗമാലിക വർണ്ണം തോന്നു ഓ ഓ അടി എന്നാ അതുകൂടി അങ്ങനെ കസറ ഉടയ
കർമ്മകുശല കർമാള വംശജാതേന മാധവ ഗുരു വരേണ വിരചിതം ശിക്ഷിതം ഛ നാടകം ആദ്യമാല അയം മംഗളമാല സാരസ്വതമാല സർവസന്തോഷമാല. സദസ്യര് എന്താണ് ആലപനം കണ്ടമാല വസൂരിമാല. അങ്ങനെയാണെങ്കിൽ ഒന്നുണ്ട്, ഗ്രാമശ്രീകളായ ഗ്രാമശ്രീകളെല്ലാം സ്വന്തം ഭർത്താക്കന്മാരെ സ്ത്രീകൾക്ക് ഒന്നിൽ കൂടുതൽ ഭർത്താക്കന്മാർ എന്ന് പറഞ്ഞാലോ ഹനുമാൻ വെച്ച് പിളർന്നത് മാതിരി സ്വന്തം ഹൃദയം പിളർന്ന് കാണിക്കാൻ. അതായത് ഞാൻ പറഞ്ഞു വന്നത് ഓരോ ഗ്രാമ സൗഭാഗ്യവും സ്വന്തം സ്വന്തം ആരോമരായി കണ്ടുകൊണ്ട് അഭിസംബോധന ചെയ്യുന്നത് മരക്കുരിപ്പേ. ഇതിൽ ഇഷ്ടത്തിന്റെ കട്ടിയാണോ ഇഷ്ടത്തിന്റെ കുട്ടിയാണോ ധരിക്കുന്നത്? സംശയം എന്ത്, രണ്ടാമത് പറഞ്ഞത് തന്നെ. ആകയാൽ മാന്യ സഭയോർക്ക് ഈ നാടകത്തിന് എന്ത് വിശേഷണം തന്നെത്തിയാലും ഞങ്ങളത് സസന്തോഷം സ്വീകരിക്കും. ഇനി നാടകത്തിന്റെ കഥാഭാഗം പറയാം. അമ്മയാരെന്നറിയാത്ത സുമഗാത്രേ എന്ന് പറഞ്ഞതിനർത്ഥം അവൾ സ്വയം പൊട്ടിമുറിച്ചെന്നാണോ സഭയോടെ? എങ്കിലത് സീതാദേവിയുടെ ശൈലിയാണെന്നത് അങ്ങനെയല്ല ഉദ്ദേശിച്ചു. അവൾക്ക് ഓർമ്മ വയ്ക്കുന്നതിന് മുമ്പ് തന്നെ അവളുടെ അമ്മ മരിച്ചു എന്ന് സാരം. അച്ഛനറിയാത്ത എന്നല്ല പറഞ്ഞെങ്കിൽ മനസ്സിലാക്കാം. അങ്ങനെയാണ് പറഞ്ഞെങ്കിൽ വലിയ കഷ്ടമാണ് കാര്യം.
ഇനി നിങ്ങൾ കാഞ്ചനമാലയെ നേരിട്ട് കാണുക. അവളുടെ രണ്ടാമത്തെ മഹാറാണി അവളെ എങ്ങനെ ഓടി നിങ്ങൾ നേരിട്ട് കാണുക. വിദൂഷകൻ വിടവാങ്ങും. എല്ലാവർക്കും വണക്കം വണക്കം. എന്താ പേര്? ഇനിയും നന്നായി ഇടയ്ക്കിടെ കളിത്തട്ടിലോട്ട് വരണം കിട്ടുക. കേമത്തല മഹാരാജൻ മഹേന്ദ്രവർമ്മ തിരുവനന്തപുരത്തിന്റെ ഒരേ ഒരു പുത്രി കാഞ്ചനമാല. ഇവളുടെ പാതയും നിങ്ങൾ കണ്ടോ? രണ്ട് ചെന്താമരകളല്ലേ? കാൽനഖങ്ങളോ അർദ്ധചന്ദ്രന്മാരല്ലേ? അവയിൽ നിന്നും പുറപ്പെടുന്ന രശ്മികളോ എന്തുമാത്രം മോഹനം! ഉടമയൊരുവൻ ഇവളുടെ കാൽവണ്ണങ്ങളോട് കുശലം പറഞ്ഞുകൊണ്ടേയിരിക്കും. നിതംബബിംബം അത്ഭുതമേ! അതൊരു പൂർണ്ണ കുംഭം തന്നെ. രാമദേവനായിട്ട് പൂർണ്ണ കുംഭം. മേലോട്ട് മേലോട്ട് നയനം നടത്താൻ വിഷമം. ഓരോ അവയവത്തിൽ നിന്നും നയനം പറിച്ചെടുത്തിട്ട് വേണ്ടേ? മതി മതി മതി. മേലോട്ട് കയറാതെ സംഗതി നിതംബം കൊണ്ടുവരുന്നു. ഈ നിതംബത്തിന് മാത്രം കൊണ്ടുള്ള നല്ല കളിയും പഠിച്ചിട്ടില്ല. അത് ഞങ്ങൾ കൈകൊട്ടൊക്കെ പഠിച്ചിട്ടില്ല. അക്കളി സംഗതി ചെയ്യാം. ശരി അഥവാ സമയമായി.
ദമ്പക്കളി ഇത് ഒന്നുകൂടി മുറിക്കങ്ങട് കട്ടിക്കുക. ദമ്പം മുറിക്കാം. അഭിനയവും മോശമില്ല. ഈ രംഗം ഒന്നുകൂടി അവതരിപ്പിക്കും. ശരി, അതോ ഈ രംഗം ഒന്നുകൂടി കല്യാണി കളവാണി എന്തിനീ മൃദുമേനെ മർദ്ദിക്കുന്നു, അങ്ങോട്ടും മതിക്കുന്നു. കല്യാണി കളവാണി അപമാനത്തിന്റെ നെല്ലിപ്പടിയിലായിരിക്കുന്നു നാം ആകെ. വ്യക്തമാക്കണോ? വ്യക്തമാക്കൂ പ്രിയേ. ഭാസ്കര സംഘത്തെ വകവരുത്തിയത് ശത്രുരാജാക്കന്മാരെ മലർത്തിയടിച്ചത്. മഹേന്ദ്രവർമ്മൻ നിസ്സഹായം. എന്തുണ്ടായി? ഹൃദയം തുറക്കൂ. തുറക്കാം, തിരിക്കപ്പെടാതെ. ആരെവിടെ? നോക്കൂ വിദൂഷക, ഈ ജന്തുവിന്റെ പേര് പറയും. പോകരുത്. നാം വിദൂഷകനാണ് ചോദിച്ചത്. പറയും വിദൂഷക. ജന്തു എന്ന് വെച്ചാൽ ഈ മഹാരാജാക്കന്മാരെ സാധാരണത്തിൽ ചെറുക്കൻ കേറി കേറി മോശം പൊത്തുന്ന ആൾക്കാരാണല്ലോ. ഇവിടെ ഏറ്റവും താഴ്ന്നത് വിദൂഷകനെ നമ്മെ ഏത് മൃഗമായി വിശേഷിപ്പിക്കാം. നമുക്ക് നമ്മുടെ ഏക കളത്രത്തിന്റെ സന്തോഷമാണ് കാര്യം. അവിടെ ചെന്നില്ലാതെ മഹാരാജാവിനെ
ബാഗ് അച്ഛനെ പിടിക്ക് എനിക്ക് താമസിക്കാം കളിക്ക് അത് വേണം തമ്പുരാട്ടി. ചക്ക വേണ്ടേ അങ്ങനെ കളിയാണ് തമ്പുരാട്ടി, ഇതെന്ത് പരിധി? അലയിച്ചകലുന്നില്ല. അങ്ങനെ കളിയിടണം പോലെ ഇങ്ങനെ കളിയിടണം പോലെ അങ്ങനെ ഇങ്ങനെ കളിച്ചാലോ അരമണിക്കൂറിടണം പോലെ അങ്ങനെ കളിയിടണം പോലെ ഇങ്ങനെ കളിയിടണം പോലെ അങ്ങനെ ഇങ്ങനെ കളിച്ചാലോ അരമണിക്കൂറിടണം പോലെ അങ്ങനെ കളിയിടണം പോലെ അന്നത്തെ കാലത്ത് നിസ്കാരമില്ല നമ്മുടെ നാട്ടിൽ എങ്ങനെ നോക്കും എങ്ങനെ നടക്കും എന്നത് കാണിക്കുന്ന പോലെ അങ്ങനെ അങ്ങ് കുരങ്ങ് കളിക്കാൻ വിധിക്കപ്പെട്ടിരിക്കുന്നു എന്ന് സാരം നേരാണോ? നാം എപ്പോഴും കളവേ പറയും നമ്മെ ആർക്കും വിശ്വാസമില്ല എന്തുണ്ടായി പറയൂ. അങ്ങയുടെ കുട്ടി കാഞ്ചനമാലക്ക് ഒരു കൊട്ടാരം രൂപ വേണമായി അങ്ങ് മന്ത്രിസത്വനെ ആലോചിച്ചു ഓർക്കുന്നു. മന്ത്രിസത്വൻ ആരെയാണ് കൊട്ടാരം രൂപ ഉദ്ദേശിച്ചത്? മായാസിംഹൻ. ആരാണ് ഈ മായാസിംഹൻ? മന്ത്രിമുഖവന്റെ പുത്രൻ. എന്തിനൊട്ടത്തെ ആ മായാസിംഹനും അങ്ങയുടെ കുട്ടി കാഞ്ചനമാലയും തമ്മിൽ പ്രണയമായി പോയി. ഒരു കുഞ്ഞ പ്രണയം നാം എന്താണ് കേൾക്കുന്നത്? കണ്ണുകൊണ്ട് കണ്ടു. വിദ്യാർത്ഥിനി ഗുരുനാനെ അള്ളിപ്പിടിച്ച് അവന്റെ ഹൃദയം കടിച്ചെടുത്തു. ഇങ്ങനെ ചിത്രം വിചിത്രം. ആ മന്ത്രി പുങ്കവനാണ് അങ്ങയെ കൊണ്ടുപോയി അരങ്ങെടുക്കുന്ന ഈ വിവരം ഇപ്പോൾ തന്നെ മന്ത്രിമുഖവനോട് പറയാമെന്ന് വെച്ചു. പക്ഷേ അദ്ദേഹം സ്ഥലത്തില്ലെന്ന് ഒരു അത്യാവശ്യ കാര്യത്തിനായി നാം അദ്ദേഹത്തെ വിരാട്ടിയിലേക്ക് പറഞ്ഞെത്തിയിരിക്കുകയാണ്. പിന്നേക്ക് എത്തിക്കുന്ന ഉടനെ മഹാരാജാവേ നാം പറയുന്നു ആ മായാസിംഹനെ തടവിടുന്നു, ഉടൻ തടവിടുന്നു. ഈ കുറ്റവും പറഞ്ഞ് തടവിലിട്ടാൽ നമ്മുടെ പുത്രിയുടെയും നമ്മുടെ പ്രജകളുടെയും ദേശത്തിന് കളങ്കം വരില്ലേ? പ്രജകളെല്ലാം നമ്മുടെ പുത്രി പിഴച്ചുപെടാതെ മുദ്രകുട്ടില്ലേ? അവൻ വലിയ സ്വാതന്ത്ര്യ സമരക്കാരനാണ്. അത് പിടിയുണ്ടോ? പിടിയുണ്ട്. എങ്കിൽ ആ കാരണത്താൽ തന്നെ അവനെ തടവിലിടാൻ അങ്ങേക്ക് കഴിയും. പക്ഷേ കൺമണി ചരിത്രവും ഒരു കുരങ്ങാണെന്ന് കൺമണി ധരിക്കണം. വരും കാലത്ത് മായാസിംഹന് താമ്രപത്രവും നമുക്ക് തലക്ക് കിഴക്കും വന്നുകൂടായില്ല. അങ്ങ് നീതിനിഷ്ഠനായ ഭരണാധികാരിയോ അതോ തത്വമില്ലല്ലോ? തീരുമാനമെടുക്കാൻ കേൾക്കുന്ന ചങ്കൂറ്റക്കാരനോ അതോ ഗൗഡി ശാസ്ത്രക്കാരനോ? നാം ഒന്നുകൂടി നിലത്ത് വീണ് ഉള്ളമല്ലേ? അന്തപുരം തവിടുപൊടിയാന്മാർ തല്ലിയച്ച് കരയണമല്ലേ? വേണ്ട കുതിരയെ വേണ്ട. നാം ആ ധിക്കാരിയെ കുറുമ്പിലടച്ചേക്കാം. സത്യം ചെയ്യും. നാമിതാ സത്യം ചെയ്യും. നമ്മെ പ്രതി, നമ്മുടെ രാജ്ഞിയെ പ്രതി, കേരളത്തിലെ രാജ്യം പ്രതി നാം സംതൃപ്തിയായി. ഇനി ട്യൂഷനിലില്ല. കാഞ്ചനമാലയുടെ പാരസ്യമാകട്ടെ അത് മാറ്റുക. അവൾ തളർന്നിരിക്കുന്നു. സ്വബോധം പോലും പോയിരിക്കുന്നു. ഉദ്യാനത്തിലെ പ്രസ്തുരംഗം കണ്ടാൽ
ദയാനിധി ധാരാളമായ ഘോരമാരക ദൗർഭാഗ്യം കഴിക്കാൻ അന്തരീക്ഷയാകെ ആവരണം ചെയ്തിരിക്കുന്നുവല്ലോ. കരുതലും കഠിനവാസങ്ങളും അടിക്കടി സംഭവിക്കുന്നുവല്ലോ. ആനന്ദം സുഖമ്യം പ്രാണനാഥ, നീ എവിടെ? സുരവിലങ്ങളാ സുമതല്ല ജഗൻ സൂചീമുരന് ഹംസതൂലിക ശയ്യാങ്കങ്ങൾ ശിലാവട്ടങ്ങൾ നിറമുഖമേ മധുമയ മന്ദാര നിഷ്കുണമേ വിദ്യാപകനാകുന്നില്ലേ? സകലും നീ സദപാതിയെ തുടക്കുന്നില്ലേ? മുമ്പൊന്നും അവർ ഇങ്ങനെയായിരുന്നു. അടുത്ത കാലഘട്ടത്തിൽ അവർ തോഴികൾ ദേഷ്യപ്പെട്ടു തുടങ്ങിയത് പാലയുടേതാവാനാണ്. ഉറക്കിലും ഉണർന്നു അവരിങ്ങനെ വിളിച്ച് കേഴാതിരിക്കുന്നതെങ്കിലേ പാലേ, പ്രിയ തോഴി, വിശ്വമോഹിനി, വിശ്വകാമിനി, നീ എവിടെ? നീ എവിടെ? നീ എവിടെ? പ്രണയ സാക്ഷാത്കാരമേ, നീ വന്നല്ലയോ? ഞാനിതാ കരങ്ങൾ നീക്കി എന്നെ സ്വീകരിക്കൂ, എന്നെ ശൃംഗാരാമൃതം കോരിയൊഴിക്കൂ. പ്രണയത്തിന്റെ ചക്ഷുപ്രീതി കൊടുക്കും എല്ലാ പടവുകളും തോഴി പിന്നിരിക്കും. ഇപ്പോൾ അപകടം പിടിച്ച പടവ ബുദ്ധിഭ്രമം നിന്നു നായകൻ കണ്ണുന്നുണ്ടെന്നല്ലോ ഇവർ ധരിച്ചു വെച്ചിരിക്കും.
ഈ സിരിയിലേക്ക് എന്നിട്ട് തിമിർത്താക്കുന്നതാണ് യുദ്ധമെന്ന് നിന്നോട് ആര് പറഞ്ഞു? ഈ നിർത്തുന്നതിനെ ചവിട്ടി ഉറപ്പിച്ചാൽ പിന്നെ എങ്ങനെ ഇവിടെ കിടന്ന് മുഴുവൻ പറഞ്ഞില്ലാവും? ഈ കാര്യത്തിന് അതുണ്ട്, ഈ സാക്ഷ്യത്തിന് തുടരുണ്ട്. നിനക്ക് നാം കാണിച്ചു തരാം. നിന്റെ ഫലം നിന്നെ കൊണ്ട് അനുഭവിക്കും. ആരുടെ ഒരു ചാട്ടത്തെ ശീഘ്രം തൊഴി സസന്തോഷം തൊഴിയെല്ലാം ഏറ്റുക. ഓരോ തൊഴിയും പുഞ്ചിരി കൊണ്ടല്ലോ പ്രതികരിച്ചു. പുഞ്ചിരി ചെവി തൊട്ട് ചെവിയോളം ഉയർന്നു. മാന്യസഭയോകൾ ഒരു കാര്യം മനസ്സിലാക്കണം. തൊഴി എന്ന വാക്കിനർത്ഥം തൊഴി ഏറ്റുവാകുന്നവൾ എന്നത്രേ. ഇവരിപ്പോൾ ജലം വിടുന്നതാണ്.